ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 43-ാം ദിവസം. ആരാധനാലയ നിർമ്മാണ നിർദ്ദേശങ്ങൾ. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 25ഉം 26ഉം അധ്യായങ്ങൾ, ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം, 119-ാം സങ്കീർത്തനം 1 തുടങ്ങി 56 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുന്നു. ദൈവമായ കർത്താവിനെ ആരാധിക്കാനുള്ള ആരാധനാലയ നിർമ്മാണ ക്രമങ്ങളും വിശദമായ നിർദ്ദേശങ്ങളും ഉപയോഗിക്കേണ്ട വസ്തുക്കളുടെ സൂക്ഷ്മ വിവരണങ്ങളുമാണ് ഇന്നേ ദിവസം പുറപ്പാട് പുസ്തകത്തിൽ നിന്നും നാം വായിക്കുന്നത്. ഇസ്രായേല്യർ പരിശുദ്ധരായിരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന കർത്താവ് സമൂഹത്തിൽ പാലിക്കേണ്ട പെരുമാറ്റ രീതികളും സൽകൃത്യങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും മോശ വഴിയായി പകർന്നു കൊടുക്കുന്ന ലേവ്യരുടെ പുസ്തകത്തിലുള്ള ഭാഗങ്ങളും നമുക്ക് ഇന്നേ ദിവസം ശ്രവിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 25-ാം അധ്യായം. ആലയ നിർമ്മാണം സംബന്ധിച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് വേണ്ടി ഒരു കാണിക്ക എടുക്കുന്നതിന് നീ ഇസ്രായേല്യരോട് ആവശ്യപ്പെടുക. ഹൃദയത്തിൽ പ്രചോദിതരാകുന്ന ഓരോരുത്തരിൽ നിന്നും എനിക്കുള്ള കാണിക്ക നിങ്ങൾ സ്വീകരിക്കുവിൻ. അവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ട കാണിക്ക ഇതാണ്: സ്വർണം, വെള്ളി, പിച്ചള, നീലധൂമ്ര, കടും ചെമപ്പ് നൂലുകൾ, ചണനൂലുകൾ, കോലാട്ടിൻ രോമം, ഉറക്കിട്ട മുട്ടാടിൻ തോലുകൾ, നിലക്കരടിത്തോലുകൾ, കരുവേലത്തടികൾ, ദീപത്തിനുള്ള എണ്ണ, അഭിഷേക തൈലത്തിനും പരിമളധൂപനത്തിനുമുള്ള സുഗന്ധദ്രവ്യങ്ങൾ, പ്രധാന അങ്കിക്കും ഉരസ്ത്രാണത്തിനുമുള്ള ഗോമേദക രത്നങ്ങൾ, പൂരണരത്നങ്ങൾ എന്നിവയാണ്. അവർ എനിക്കായി ഒരു വിശുദ്ധ നിവാസം പണിയട്ടെ. അപ്പോൾ ഞാൻ അവരുടെ മധ്യേ വാസമാക്കും. ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതെല്ലാം ആലയത്തിൻ്റെ മാതൃകയും അതിലെ ഉപകരണങ്ങളുടെ മാതൃകയും അനുസരിച്ച് അതേ പ്രകാരം നിങ്ങൾ നിർമ്മിക്കണം. സാക്ഷ്യപേടകം സംബന്ധിച്ച് അവർ ഒരു കരുവേലത്തടിയുടെ പേടകം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴം, ഉയരം 1.5 മുഴം. നീ അത് ശുദ്ധ സ്വർണം പൊതിയണം, അകവും പുറവും പൊതിയണം. അതിനുമീതെ ഒരു സ്വർണ്ണ അരികുപട്ട ചുറ്റും പിടിപ്പിക്കണം. അതിനായി നീ 4 സ്വർണ്ണ വളയങ്ങൾ വാർക്കണം. അതിൻ്റെ 4 കീഴ്പ്പടികളിന്മേൽ 2 വളയങ്ങൾ ഓരോ വശത്തും 2 വളയങ്ങൾ മറുവശത്തുമായി നീ ഉറപ്പിക്കണം. കരുവേലത്തടിയുടെ തണ്ടുകളുണ്ടാക്കി നീ അവ സ്വർണം പൊതിയണം. അവ കൊണ്ട് പേടകം സംവഹിക്കേണ്ടതിന് പേടകത്തിൻ്റെ പാർശ്വങ്ങളിലെ വളയങ്ങളിൽ നീ തണ്ടുകൾ കടത്തണം. തണ്ടുകൾ പേടകത്തിൻ്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. അവ അതിൽ നിന്ന് മാറരുത്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന സാക്ഷ്യഫലകം പേടകത്തിൽ നിക്ഷേപിക്കണം. ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴം. നീ 2 സ്വർണ്ണ കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തുമായി നീ അവ അടിച്ചു പണിത് രൂപപ്പെടുത്തണം. ഒരു കെരൂബിനെ അങ്ങേയറ്റത്തും മറ്റേ കെരൂബിനെ ഇങ്ങേയറ്റത്തുമായി നീ ഉണ്ടാക്കുക. കൃപാസനത്തിന്മേൽ 2 അറ്റത്തുമായാണ് നിങ്ങൾ കെരൂബുകളെ ഉണ്ടാക്കേണ്ടത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് അവയുടെ ചിറകുകൾ കൊണ്ട് കൃപാസനത്തിന് മേലാപ്പൊരുക്കണം. അവ ഒന്നിനൊന്ന് അഭിമുഖമായിരിക്കണം. അവയുടെ മുഖങ്ങളാകട്ടെ കൃപാസനത്തിന് നേർക്കും. പേടകത്തിന്മേൽ നിന്ന് മുകളിലേക്ക് കൃപാസനം സ്ഥാപിക്കണം.
ഞാൻ നിനക്ക് തരാൻ പോകുന്ന സാക്ഷ്യഫലകം പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ ഞാൻ നീയുമായി സമാഗമിക്കും. കൃപാസനത്തിന് മേൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള 2 കെരൂബുകളുടെ മധ്യേ നിന്ന് ഇസ്രായേല്യർക്കായി ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നതെല്ലാം നിന്നോട് ഞാൻ പ്രഖ്യാപിക്കും. അപ്പത്തിൻ്റെ മേശ സംബന്ധിച്ച് നീ കരുവേലത്തടിയുടെ ഒരു മേശ ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2 മുഴം, വീതി 1 മുഴം, ഉയരം 1.5 മുഴം. നീ അത് ശുദ്ധ സ്വർണം പൊതിയണം. അതിന് സ്വർണ്ണ അരികുപട്ട ചുറ്റും പണിയുകയും വേണം. അതിന് കൈപ്പത്തിയുടെ വീതിയുള്ള ഒരു ചട്ടം ചുറ്റുമുണ്ടാകണം. ചട്ടത്തിന് സ്വർണ്ണ അരികുപാളിയും ചുറ്റും പണിയണം. അതിന് 4 സ്വർണ്ണ വളയങ്ങളുണ്ടാക്കണം. വളയങ്ങൾ അതിൻ്റെ 4 കാലുകൾക്കുള്ള 4 മൂലകളിലായി പിടിപ്പിക്കണം. മേശ ചുമന്നുകൊണ്ടുപോകുവാൻ തണ്ടുകൾക്ക് കുഴകളായി വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം. കരുവേലത്തടിയുടെ തണ്ടുകളുണ്ടാക്കി നീ അവ സ്വർണം പൊതിയണം. അവ കൊണ്ടാണ് മേശ സംവഹിക്കപ്പെടേണ്ടത്. അതിനുള്ള താലങ്ങളും തളികകളും കലശങ്ങളും പാനീയമൊഴിച്ച് വയ്ക്കുന്നതിനുള്ള ചഷകങ്ങളും ഉണ്ടാക്കണം. ശുദ്ധ സ്വർണം കൊണ്ട് നീ അവ ഉണ്ടാക്കണം. സാന്നിധ്യത്തിൻ്റെ അപ്പം നീ എൻ്റെ മുമ്പാകെ എപ്പോഴും മേശമേൽ വെച്ചിരിക്കണം. വിളക്കുകാൽ സംബന്ധിച്ച് ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു വിളക്കുകാൽ നീ ഉണ്ടാക്കണം. അടിച്ചു പണിയായാണ് വിളക്കുകാൽ നിർമ്മിക്കപ്പെടേണ്ടത്. അതിൽ നിന്ന് തന്നെയായിരിക്കണം അതിൻ്റെ ചുവടും അതിൻ്റെ തണ്ടും, മുട്ടുകൾ, മുകുളങ്ങൾ എന്നിവയും അതിൻ്റെ പുഷ്പങ്ങളും. അതിൻ്റെ വശങ്ങളിൽ നിന്ന് 6 ശിഖരങ്ങൾ പുറപ്പെടുന്നു. വിളക്കുകാലിൻ്റെ ഒരു വശത്തു നിന്ന് 3 ശിഖരങ്ങൾ, വിളക്കുകാലിൻ്റെ രണ്ടാമത്തെ വശത്തു നിന്ന് 3 ശിഖരങ്ങൾ. ഒരു ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ. അവയ്ക്ക് ബദാം പുഷ്പാകൃതി. അടുത്ത ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ. അവയ്ക്ക് ബദാം പുഷ്പാകൃതി. വിളക്കുതണ്ടിൽ നിന്ന് പുറപ്പെടുന്ന 6 ശിഖരങ്ങൾക്കും അപ്രകാരം തന്നെ. വിളക്കുതണ്ടിന്മേലാകട്ടെ 4 മുട്ടുകൾ. അതിൻ്റെ മുകുളത്തിനും പുഷ്പത്തിനും ബദാം പുഷ്പാകൃതി. അതിൽ നിന്നുള്ള ഒരു ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം. അതിൽ നിന്ന് അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം. അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം. അങ്ങനെ വിളക്കുതണ്ടിൽ നിന്ന് പുറപ്പെടുന്ന 6 ശിഖരങ്ങൾ. അതിൽ നിന്നായിരിക്കണം അവയുടെ മുകുളങ്ങളും ശിഖരങ്ങളും. അത് മൊത്തം ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു അടിച്ചുപണിയായിരിക്കണം. അതിൻ്റെ 7 ചരാതുകൾ നീ ഉണ്ടാക്കണം. അതിൻ്റെ പ്രതലത്തിനപ്പുറത്തേക്ക് പ്രകാശം പ്രസരിപ്പിക്കത്തക്ക വിധം ചരാതുകൾ ഉയർത്തി സ്ഥാപിക്കണം. അതിൻ്റെ ചവണങ്ങളും തട്ടങ്ങളും ശുദ്ധ സ്വർണമായിരിക്കണം. 1 താലന്ത് ശുദ്ധ സ്വർണം കൊണ്ട് ഈ സകല ഉപകരണങ്ങളോടും കൂടെ അതുണ്ടാക്കട്ടെ. മലയിൽ വെച്ച് നിനക്ക് ദൃശ്യമാക്കിയ അവയുടെ മാതൃകയിൽ നിർമ്മിക്കാൻ നീ ശ്രദ്ധിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 26-ാം അധ്യായം. മേൽവിരികൾ സംബന്ധിച്ച് 10 മേൽവരികളുള്ള ഒരു ആലയം നീ ഉണ്ടാക്കണം. പിരിച്ച ചണം, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ എന്നിവ കൊണ്ട് കെരൂബുകളെയും വിദഗ്ധ സൃഷ്ടിയായി നീ അവ ഉണ്ടാക്കണം. ഒരു മേൽവരിയുടെ നീളം 28 മുഴം, ഒരു മേൽവരിയുടെ വീതി 4 മുഴം. എല്ലാ മേൽവരികൾക്കും ഒരേ അളവായിരിക്കണം. 5 മേൽവരികൾ ഒന്നോടൊന്ന് കൂടിച്ചേർന്നിരിക്കണം. മറ്റേ 5 മേൽവരികളും ഒന്നോടൊന്ന് കൂടിച്ചേർന്നിരിക്കണം. കൂട്ടിച്ചേർത്തതിൽ അഗ്രത്ത് നിന്ന് ആദ്യ മേൽവരിയുടെ വക്കിൽ നീല നൂൽക്കണ്ണികൾ ഉണ്ടാക്കണം. രണ്ടാമത് കൂട്ടിയോജിപ്പിച്ചതിൽ അവസാനത്തെ മേൽവരിയുടെ വക്കിലും അപ്രകാരം ചെയ്യണം. ആദ്യത്തെ മേൽവരിയിൽ 50 കണ്ണികൾ ഉണ്ടായിരിക്കണം. കൂട്ടിയോജിപ്പിച്ച രണ്ടാമത്തെ മേൽവരിയുടെ അഗ്രത്തിലും 50 കണ്ണികൾ ഉണ്ടാക്കണം. കണ്ണികൾ ഒന്നിനോടൊന്ന് നേർക്കായിരിക്കണം. നീ 50 സ്വർണ്ണക്കൊളുത്തുകൾ ഉണ്ടാക്കണം. കൊളുത്തുകൾ കൊണ്ട് നീ മേൽവരികൾ ഒന്നിനോടൊന്ന് യോജിപ്പിക്കുമ്പോൾ ആലയം ഒന്നായിത്തീരും. കൂടാതെ ആലയത്തിന് മുകളിൽ കൂടാരമായി കോലാട്ടിൻ രോമം കൊണ്ടുള്ള മേൽവരികൾ ഉണ്ടാക്കണം. 11 മേൽവരികളാണ് നീ അവ ഉണ്ടാക്കേണ്ടത്. ഒരു മേൽവരിയുടെ നീളം 30 മുഴം, ഒരു മേൽവരിയുടെ വീതി 4 മുഴം. 11 മേൽവരികൾക്കും ഒരേ അളവ്. 5 മേൽവരികൾ പ്രത്യേകമായും 6 മേൽവരികൾ പ്രത്യേകമായും യോജിപ്പിക്കണം. 6-ാമത്തെ മേൽവരി കൂടാരത്തിൻ്റെ മുൻഭാഗത്ത് മടക്കിയിടണം. കൂട്ടിയോജിപ്പിച്ച 1-ാമത്തെ മേൽവരിയുടെ വക്കിൽ അഗ്രഭാഗത്ത് 50 കണ്ണികളും കൂട്ടിയോജിപ്പിച്ച 2-ാമത്തെ മേൽവരിയുടെ വക്കിൽ
50 കണ്ണികളും ഉണ്ടാകണം. 50 പിച്ചള കൊളുത്തുകൾ നീ ഉണ്ടാക്കണം. കൊളുത്തുകൾ കണ്ണികളിലിട്ട് കൂടാരം നീ യോജിപ്പിക്കുമ്പോൾ അത് ഒന്നായിത്തീരും. കൂടാരമേൽവിരികളുടെ അധികം വന്ന ഭാഗം, അതായത് അധികം വന്ന വിരിയുടെ പകുതി ആലയത്തിൻ്റെ പിന്നിൽ തൂക്കിയിടണം. കൂടാരമേൽവിരികളുടെ നീളത്തിൽ അപ്പുറത്ത് 1 മുഴവും ഇപ്പുറത്ത് 1 മുഴവും അധികം വന്നത് ആലയത്തിൻ്റെ വശങ്ങളിൽ അപ്പുറവും ഇപ്പുറവും അതിനെ മറയ്ക്കാനായി തൂങ്ങിക്കിടക്കട്ടെ. ഊറക്കിട്ട മുട്ടാടിൻ തോലിൻ്റെ ഒരാവരണം കൂടാരത്തിനു വേണ്ടി നീ ഉണ്ടാക്കണം. അതിനു മുകളിലായി നിലക്കരടിത്തോലിൻ്റെ ഒരാവരണവും. ത്രാസികൾ സംബന്ധിച്ച് ലംബമായ കരിവേലത്തടികൾ കൊണ്ട് ആലയത്തിനായി നീ ക്രാസികൾ ഉണ്ടാക്കണം. ക്രാസി ഒന്നിൻ്റെ വീതി 1.5 മുഴം, ക്രാസിയുടെ നീളം 10 മുഴം. ഒന്നിനോടൊന്ന് കൂട്ടിയിണക്കുന്ന 2 തള്ളുകൾ വീതം ഓരോ ക്രാസിക്കും വേണം. ആലയത്തിൻ്റെ എല്ലാ ക്രാസികൾക്കും അപ്രകാരം നീ ഉണ്ടാക്കണം. ആലയത്തിനായി ക്രാസികൾ നീ ഉണ്ടാക്കണം. തെക്കുവശത്ത് തെക്കോട്ട് 20 ക്രാസികൾ, 20 ക്രാസികളുടെ കീഴിലായി 40 വെള്ളി പാദക്കുടങ്ങൾ നീ ഉണ്ടാക്കണം. ഒരു ക്രാസിയുടെ 2 തള്ളുകൾക്ക് കീഴിലായി 2 പാദകുടങ്ങൾ, മറ്റേ ക്രാസിയുടെ 2 തള്ളുകൾക്ക് കീഴിലായി 2 പാദക്കുടങ്ങൾ. ആലയത്തിൻ്റെ രണ്ടാമത്തെ വശത്തിനായി, അതായത് വടക്കുവശത്തിനായി 20 ക്രാസികൾ. അവയുടെ 40 പാദകുടങ്ങൾ വെള്ളിയായിരിക്കണം. ഒരു ക്രാസിക്ക് കീഴിൽ 2 പാദകുടങ്ങൾ, 2 പാദകുടങ്ങൾ മറ്റേ ക്രാസിക്ക് കീഴിൽ. ആലയത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് നീ 6 ക്രാസികൾ നിർമ്മിക്കണം. പിൻഭാഗത്ത് ആലയത്തിൻ്റെ മൂലകൾക്കായി 2 ക്രാസികൾ നീ ഉണ്ടാക്കണം. അവ ചുവട് മുതൽ ജോഡിയായിരിക്കണം. തലയ്ക്കലും അവ ജോഡിയായി ഒരേ വളയത്തിലായിരിക്കണം. അവ രണ്ടിനും ഇത് ഇപ്രകാരമായിരിക്കണം. അവ രണ്ടും മൂലകളായിത്തീരും. 8 ക്രാസികൾ ഉണ്ടായിരിക്കണം. അവയുടെ പാദകുടങ്ങൾ വെള്ളിയായിരിക്കണം. 16 പാദക്കുടങ്ങൾ. ഒരു ക്രാസിയുടെ ചുവട്ടിൽ 2 പാദക്കുടങ്ങൾ, മറ്റൊരു ക്രാസിയുടെ ചുവട്ടിൽ 2 പാദക്കുടങ്ങൾ. നീ കരിവേലത്തടി കൊണ്ട് ആലയത്തിൻ്റെ ഒന്നാമത്തെ വശത്തെ ക്രാസികൾക്ക് 5 അഴികൾ ഉണ്ടാക്കണം. ആലയത്തിൻ്റെ രണ്ടാമത്തെ വശത്തെ ക്രാസികൾക്ക് 5 അഴികളും പിൻഭാഗത്ത് പടിഞ്ഞാറായി ആലയത്തിൻ്റെ വശത്തെ ക്രാസികൾക്ക് 5 അഴികളും. നടുവിലെ അഴി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ക്രാസികളുടെ മധ്യത്തിലൂടെ കടക്കണം. ക്രാസികൾ നീ സ്വർണം പൊതിയണം. അഴികൾക്ക് സങ്കേതങ്ങളായ അവയുടെ വളയങ്ങൾ സ്വർണം കൊണ്ട് നീ ഉണ്ടാക്കണം. അഴികളും സ്വർണം പൊതിയണം. നീ ആലയം സ്ഥാപിക്കേണ്ടത് മലയിൽ നീ കാണാനിടയായ അതിൻ്റെ വിധിപ്രകാരമായിരിക്കണം. നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ട് നീ ഒരു തിരശീല ഉണ്ടാക്കണം. കെരൂബുകളുള്ള വിദഗ്ധ കലാസൃഷ്ടിയായി അത് അവൻ സജ്ജമാക്കട്ടെ. 4 വെള്ളിപ്പാദക്കുടങ്ങളിന്മേൽ കരിവേലം കൊണ്ടുള്ള സ്വർണം പൊതിഞ്ഞ 4 തൂണുകൾ നീ അത് ഘടിപ്പിക്കണം. അവയുടെ കൊളുത്തുകളും സ്വർണമായിരിക്കണം. കൊളുത്തുകളിൽ തിരശീല താഴേക്കിട്ടതിന് ശേഷം അവിടേക്ക് തിരശീലയുടെ ഉള്ളിലേക്ക് നീ സാക്ഷ്യപേടകം കൊണ്ടുവരണം. തിരശീല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കും. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപേടകത്തിന് മുകളിൽ നീ കൃപാസനം സ്ഥാപിക്കണം. തിരശീലയ്ക്ക് വെളിയിൽ മേശയും മേശയ്ക്കെതിരെ ആലയത്തിൻ്റെ തെക്കുവശത്തായി വിളക്കുകാലും നീ വയ്ക്കണം. മേശ വടക്കുവശത്തായി സ്ഥാപിക്കണം. നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽ പണിയായ ഒരു വിരി കൂടാരവാതിലിന് നീ ഉണ്ടാക്കണം. വിരിക്കായി 5 കരിവേല തൂണുകൾ ഉണ്ടാക്കണം. അവ സ്വർണം പൊതിയണം. അവയുടെ കൊളുത്തുകളും സ്വർണമായിരിക്കണം. 5 പിച്ചള പാദകങ്ങൾ നീ അവയ്ക്ക് വേണ്ടി വാർക്കണം. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം. വിവിധ നിയമങ്ങൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേലിലെ സമൂഹത്തോട് മുഴുവൻ നീ പ്രഖ്യാപിക്കുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാകുന്നു. നിങ്ങൾ ഓരോ ആളും തൻ്റെ മാതാവിനെയും പിതാവിനെയും ഭയപ്പെടണം. എൻ്റെ സാബത്തുകൾ നിങ്ങൾ ആചരിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വിഗ്രഹങ്ങളിലേക്ക് തിരിയരുത്. നിങ്ങൾക്കായി ദൈവങ്ങളെ വാർത്തുണ്ടാക്കരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ സ്വീകാര്യത നേടും വിധം അത് അർപ്പിക്കണം. നിങ്ങളുടെ ബലിയർപ്പണ ദിനത്തിലും പിറ്റേന്നുമായി അത് ഭക്ഷിക്കപ്പെടണം.
മൂന്നാം ദിവസത്തേക്ക് അവശേഷിക്കുന്നത് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. മൂന്നാം ദിവസം അത് തുടർന്നും ഭക്ഷിക്കപ്പെടുന്നത് നിന്ദ്യമാണ്, അത് സ്വീകാര്യമാവുകയില്ല. അത് ഭക്ഷിക്കുന്നവർ സ്വന്തം കുറ്റം വഹിക്കണം. എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ വിശുദ്ധ വസ്തു അവഹേളിച്ചു. അതിനാൽ ആ വ്യക്തി സ്വജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങളുടെ നാടിൻ്റെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരിക് കൊയ്തു തീർക്കരുത്. നീ നിൻ്റെ വിളയുടെ കാല പെറുക്കരുത്. നിൻ്റെ മുന്തിരിത്തോട്ടം അടച്ചു പറിക്കരുത്. നിൻ്റെ മുന്തിരിയുടെ ഉതിർഫലം നീ പെറുക്കിയെടുക്കരുത്. നീ അവ പാവപ്പെട്ടവനും പ്രവാസിക്കുമായി വിടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ മോഷ്ടിക്കരുത്, വഞ്ചിക്കരുത്, പരസ്പരം വ്യാജമായി പെരുമാറുകയുമരുത്. നിൻ്റെ ദൈവത്തിൻ്റെ നാമം അവഹേളിക്കത്തക്ക വിധം വ്യാജമായതിനു വേണ്ടി നിങ്ങൾ എൻ്റെ നാമത്തിൽ ആണയിടരുത്. ഞാനാണ് കർത്താവ്. നീ നിൻ്റെ അയൽക്കാരനെ ചൂഷണം ചെയ്യരുത്, കൊള്ളയടിക്കരുത്. ദിവസക്കൂലിക്കാരൻ്റെ വേതനം നിൻ്റെ പക്കൽ പ്രഭാതം വരെ വൈകിക്കരുത്. ചെകിടനെ നീ ശപിക്കരുത്, കുരുടൻ്റെ മുമ്പിൽ തടസ്സം വയ്ക്കരുത്. നിൻ്റെ ദൈവത്തെ പ്രതി നീ ഭയപ്പെടണം. ഞാനാണ് കർത്താവ്. ന്യായവിധിയിൽ നിങ്ങൾ അന്യായം പ്രവർത്തിക്കരുത്. ദരിദ്രൻ്റെ മുഖം നീ ഗവനിക്കേണ്ട, വലിയവൻ്റെ മുഖം പരിഗണിക്കുകയും വേണ്ട. നീതിപൂർവം നീ അയൽക്കാരനെ ന്യായം വിധിക്കണം. നീ നിൻ്റെ ജനത്തിനെതിരെ പരദൂഷണവുമായി നടക്കരുത്. നിൻ്റെ അയൽക്കാരൻ്റെ രക്തത്തിനെതിരെ നിലകൊള്ളരുത്. ഞാനാണ് കർത്താവ്. നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ സഹോദരനെ നീ വെറുക്കരുത്. നിൻ്റെ സ്നേഹിതനെ നീ ശാസിക്കുക തന്നെ വേണം. അപ്പോൾ നീ അവനെ പ്രതി പാപമേൽക്കാതിരിക്കും. നിൻ്റെ ജനവിഭാഗത്തോട് പ്രതികാരം ചെയ്യുകയോ പക സൂക്ഷിക്കുകയോ അരുത്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞാനാണ് കർത്താവ്. എൻ്റെ ചട്ടങ്ങൾ നിങ്ങൾ കാത്തുസൂക്ഷിക്കണം. നിൻ്റെ മൃഗത്തെ ഭിന്ന ഇനവുമായി ഇണചേർക്കരുത്. നിൻ്റെ വയലിൽ ഭിന്ന ഇനം വിത്ത് വിതയ്ക്കരുത്. ഭിന്ന ഇന നിർമ്മിതമായ വസ്ത്രങ്ങൾ നീ ധരിക്കുകയുമരുത്. ഒരു സ്ത്രീ ഒരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിട്ടുള്ളവളും പൂർണ്ണമായും വീണ്ടെടുക്കപ്പെടാത്തവളും സ്വാതന്ത്ര്യം നൽകപ്പെടാത്തവളുമായ പരിചാരികയായിരിക്കെ ഒരു പുരുഷൻ അവളോടൊത്ത് ലൈംഗിക ശയനം നടത്തിയാൽ ന്യായവിചാരണയുണ്ടാകണം. എന്നാൽ അവർ വധിക്കപ്പെടരുത്, കാരണം അവൾ സ്വതന്ത്രയാക്കപ്പെടാത്തവളാണ്. അവനാകട്ടെ കർത്താവിനുള്ള തൻ്റെ പ്രായശ്ചിത്തയാഗമായി സമാഗമ കൂടാരവാതിൽക്കൽ ഒരു പ്രായശ്ചിത്ത മുട്ടാടിനെ കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ പുരോഹിതൻ പ്രായശ്ചിത്ത മുട്ടാടിനെ കൊണ്ട് അവനു വേണ്ടി അവൻ ചെയ്ത പാപത്തെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് അവന് പൊറുതി ലഭിക്കും. നിങ്ങൾ ദേശത്ത് വരികയും ഭക്ഷണത്തിന് തകുന്ന ഏത് വൃക്ഷവും നടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നിഷിദ്ധമായി കണക്കാക്കണം. 3 വർഷത്തേക്ക് നിങ്ങൾക്ക് അത് നിഷിദ്ധമായിരിക്കും. അത് ഭക്ഷിക്കപ്പെടരുത്. 4-ാം വർഷം അതിൻ്റെ മുഴുവൻ ഫലവും കർത്താവിന് സ്വസ്ത്ര കാണിക്കയായ വിശുദ്ധ വസ്തുവായിരിക്കും. 5-ാം വർഷമേ അതിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കാവൂ. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ വിളവ് വർദ്ധമാനമാകും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. മാംസരക്തത്തോടെ നിങ്ങൾ ഭക്ഷിക്കരുത്. ശകുനം നോക്കുകയോ ഭാവി ഫല പ്രവചനം നടത്തുകയോ അരുത്. നിങ്ങളുടെ ശിരസിൻ്റെ വശം മുണ്ഡനം ചെയ്യരുത്. നിൻ്റെ ദീക്ഷയുടെ അഗ്രം വികലമാക്കരുത്. പരേതാത്മാവിനെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. നിങ്ങളുടെ മേൽ പച്ച കുത്തരുത്. ഞാനാണ് കർത്താവ്. ദേശം വേശ്യാവൃത്തി ചെയ്യാതിരിക്കാനും ദേശം അവിഹിത വേഴ്ച കൊണ്ട് നിറയാതിരിക്കാനുമായി നീ നിൻ്റെ പുത്രിയെ ദേവദാസിയാക്കി അവഹേളിക്കരുത്. നിങ്ങൾ എൻ്റെ സാബത്തുകൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യണം. ഞാനാണ് കർത്താവ്. മൃതസമ്പർക്ക വിദ്യക്കാരാൽ മലിനരാകാമെന്നതുകൊണ്ട് അവരെ നിങ്ങൾ സമീപിക്കരുത്. മന്ത്രവാദികളെ അന്വേഷിക്കുകയുമരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വൃദ്ധർക്ക് മുമ്പിൽ നീ എഴുന്നേൽക്കണം. മുതിർന്നയാളുടെ മുഖം മാനിക്കണം. നിൻ്റെ ദൈവത്തെ പ്രതി നീ ഭയപ്പെടണം. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ നാട്ടിൽ നിന്നോടുകൂടെ ഒരു പ്രവാസി തൽക്കാലവാസം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഞെരുക്കരുത്. നിങ്ങളോടുകൂടെ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസി നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ദേശവാസിയെപ്പോലെ ആയിരിക്കണം. നീ അവനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. കാരണം ഈജിപ്ത് നാട്ടിൽ നിങ്ങൾ പ്രവാസികളായിരുന്നു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ന്യായവിധി, അളവ്, തൂക്കം, വ്യാപ്തം എന്നിവയിൽ നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. കൃത്യതയുള്ള തുലാസും കട്ടികളും എഫായും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം.
ഞാനാണ് നിങ്ങളെ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും എല്ലാ ന്യായപ്രമാണങ്ങളും പാലിക്കണം, അവ നിങ്ങൾ അനുഷ്ഠിക്കണം. ഞാനാണ് കർത്താവ്. 119 സങ്കീർത്തനം 1 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. കർത്തൃനിയമ കീർത്തനം. ആലഫ്. വഴി തികവുറ്റവർ ഭാഗ്യവാന്മാർ, കർത്തൃനിയമത്തിൽ ചരിക്കുന്നവരാണവർ. അവിടുത്തെ സാക്ഷ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. പൂർണ്ണഹൃദയത്തോടെ അവർ അവിടുത്തെ തേടുന്നു. ഒരു തിന്മയും ചെയ്യാതെ അവർ അവിടുത്തെ വഴികളിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ അങ്ങേയറ്റം പാലിക്കുന്നതിന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിന് എൻ്റെ വഴികൾ ഉറപ്പുള്ളതായിരുന്നെങ്കിൽ. അങ്ങയുടെ എല്ലാ കൽപ്പനകളിലേക്കും ദൃഷ്ടിയുറപ്പിക്കുന്നതിനാൽ അപ്പോൾ ഞാൻ ലജ്ജിക്കുകയില്ല. അങ്ങയുടെ നീതിന്യായ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഹൃദയപരമാർത്ഥതയോടെ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ പാലിക്കും. എന്നെ തീർത്തും ഉപേക്ഷിക്കരുതേ. ബേത്ത്. ഒരു യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമാക്കണം? അങ്ങയുടെ വചനാനുസൃതം അത് കാത്തുകൊണ്ട് തന്നെ. പൂർണ്ണഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. എന്നെ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കാനിടയാക്കരുതേ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചസ്സ് ഞാൻ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ വായിൽ നിന്നുള്ള ന്യായപ്രമാണങ്ങളെല്ലാം എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ വിവരിച്ചു. സർവസമ്പത്തിലുമെന്നതുപോലെ അങ്ങയുടെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ഞാൻ ഉല്ലസിച്ചു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യട്ടെ, അങ്ങയുടെ മാർഗങ്ങൾ പരിഗണിക്കട്ടെ. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളിൽ ആനന്ദിക്കും, അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. ഗിമ്മൽ. അങ്ങയുടെ ദാസനോട് അങ്ങ് ഔദാര്യം കാണിക്കണമേ. ഞാൻ ജീവിക്കുകയും അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കണ്ണുകൾ തുറക്കണമേ. അങ്ങയുടെ നിയമത്തിൽ നിന്നുള്ള വിസ്മയങ്ങൾ ഞാൻ പരിഗണിക്കട്ടെ. ഭൂമിയിൽ ഞാനൊരു അതിഥിയാണ്. അങ്ങയുടെ കൽപ്പനകൾ എന്നിൽ നിന്ന് മറയ്ക്കരുതേ. അങ്ങയുടെ ന്യായപ്രമാണങ്ങളോടുള്ള അഭിനിവേശത്താൽ എക്കാലവും എൻ്റെ ആത്മാവ് ഉരുകുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അങ്ങ് ശാസിക്കുന്നു. അവരുടെ പരിഹാസവും നിന്ദനവും എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങൾ കാത്തുസൂക്ഷിച്ചല്ലോ. പ്രഭുക്കന്മാർ ഇരുന്ന് എനിക്കെതിരെ കൂടിയാലോചിക്കുമ്പോഴും അങ്ങേ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നു. മാത്രമല്ല, എൻ്റെ ഉപദേഷ്ടാക്കളായ തിരുസാക്ഷ്യങ്ങളാണ് എൻ്റെ പ്രമോദം. ദാലത്ത്. എൻ്റെ പ്രാണൻ പൂഴിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ വഴികൾ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ദിവ്യപ്രമാണങ്ങളുടെ വഴി എന്നെ ബോധ്യപ്പെടുത്തണമേ. അങ്ങയുടെ വിസ്മയകൃത്യങ്ങളെക്കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്യട്ടെ. ദുഃഖം മൂലം എൻ്റെ ആത്മാവ് കേഴുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. വ്യാജത്തിൻ്റെ വഴി എന്നിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ നിയമം എനിക്ക് കനിഞ്ഞേകണമേ. ഞാൻ വിശ്വസ്തതയുടെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ന്യായപ്രമാണങ്ങളോട് ഞാൻ സമരസപ്പെട്ടു. അങ്ങയുടെ സാക്ഷ്യങ്ങളോട് ഞാൻ ഒട്ടി നിൽക്കുന്നു. കർത്താവെ, എന്നെ ലജ്ജിതനാക്കരുതേ. അങ്ങെൻ്റെ മനസ്സ് വിശാലമാക്കുന്നതുകൊണ്ട് അങ്ങയുടെ കൽപ്പനകളുടെ വഴിയെ ഞാൻ ഓടും. കർത്താവെ, അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അന്ത്യം വരെ ഞാനത് കാത്തുസൂക്ഷിക്കട്ടെ. എനിക്ക് ഉൾക്കാഴ്ച നൽകണമേ. ഞാൻ അങ്ങയുടെ നിയമം കാത്തുസൂക്ഷിക്കുകയും പൂർണ്ണഹൃദയത്തോടെ അത് പാലിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ കൽപ്പനകളുടെ പാതയിൽ എന്നെ വഴി നടത്തണമേ. ഞാനത് ഇഷ്ടപ്പെടുന്നു. സ്വാർത്ഥലാഭത്തിനു നേർക്കല്ല, അങ്ങയുടെ സാക്ഷ്യങ്ങൾക്ക് നേർക്ക് എൻ്റെ ഹൃദയം ചായ്ക്കണമേ. വൃദ്ധ കാഴ്ചയിൽ നിന്ന് എൻ്റെ കണ്ണുകളെ ഒഴിവാക്കണമേ. അങ്ങയുടെ വഴിയിൽ എനിക്ക് ജീവൻ നൽകണമേ. അങ്ങയെ ഭയപ്പെടുന്നവർക്കുള്ള തിരുവാഗ്ദാനം അങ്ങേ ദാസനു വേണ്ടി സ്ഥിരപ്പെടുത്തണമേ. ഞാൻ ഭയപ്പെടുന്ന പരിഹാസം നീക്കിക്കളയണമേ. അങ്ങയുടെ ന്യായപ്രമാണങ്ങൾ വിശിഷ്ടങ്ങളാണല്ലോ. ഇതാ, അങ്ങയുടെ പ്രമാണങ്ങൾക്കായി ഞാൻ അഭിലഷിക്കുന്നു. അങ്ങയുടെ നീതിയാൽ എനിക്ക് ജീവൻ നൽകണമേ. കർത്താവെ, അവ എനിക്കായി അങ്ങയുടെ കാരുണ്യം, അങ്ങേ വചസ്സനുസരിച്ചുള്ള അങ്ങയുടെ രക്ഷ കൊണ്ടുവരട്ടെ. അപ്പോൾ എന്നെ പരിഹസിക്കുന്നവന് ഞാനൊരു ഉത്തരമരുളും. അങ്ങയുടെ വചനത്തിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്. സത്യവചനം എൻ്റെ അധരത്തിൽ നിന്നും നിശേഷം എടുത്തു കളയരുതേ. അങ്ങയുടെ ന്യായപ്രമാണത്തിന് വേണ്ടിയാണല്ലോ ഞാൻ കാത്തിരിക്കുന്നത്. എന്നും എന്നേക്കും അങ്ങയുടെ നിയമം ഞാൻ നിരന്തരം പാലിക്കട്ടെ.
അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ തേടുന്നത് കൊണ്ട് വിശാലതയിൽ ഞാൻ വ്യാപരിക്കട്ടെ. രാജാക്കന്മാരുടെ മുമ്പിൽ ലജ്ജിക്കാതെ അങ്ങയുടെ സാക്ഷ്യങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സ്നേഹിക്കുന്ന തിരുകൽപ്പനകളിൽ ഞാൻ ആനന്ദിക്കട്ടെ. ഞാൻ സ്നേഹിക്കുന്ന ദിവ്യകൽപ്പനകളുടെ നേർക്ക് എൻ്റെ കരതലം ഉയർത്തട്ടെ. അങ്ങയുടെ ചട്ടങ്ങളെക്കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്യട്ടെ. സെയിൻ, അങ്ങേ ദാസനോടുള്ള വാഗ്ദാനം ഓർക്കണമേ. അത് സംബന്ധിച്ചാണല്ലോ അങ്ങ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അങ്ങയുടെ വചസ്സ് എന്നെ ഉജ്ജീവിപ്പിച്ചു എന്നതാണ് ദുർഗതിയിൽ എൻ്റെ സമാശ്വാസം. ധിക്കാരികൾ എന്നെ വല്ലാതെ കളിയാക്കി. ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്ന് തിരിഞ്ഞു പോയില്ല. നിത്യത മുതലുള്ള അങ്ങയുടെ ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് കർത്താവെ ഞാൻ സമാശ്വസിച്ചു. അങ്ങയുടെ നിയമം ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോക്ഷം എന്നെ പിടികൂടിയിരിക്കുന്നു. എൻ്റെ പരദേശ ഭവനത്തിൽ അങ്ങേ ചട്ടങ്ങളായിരുന്നു എൻ്റെ കീർത്തനങ്ങൾ. കർത്താവെ, രാത്രിയിൽ ഞാൻ തിരുനാമം അനുസ്മരിച്ചു, അങ്ങയുടെ നിയമം പാലിക്കുകയും ചെയ്തു. എനിക്ക് ഇക്കാര്യം സാധിച്ചു. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ കാത്തുസൂക്ഷിച്ചു. ഹേത്ത്.